നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ വിചാരിക്കും ആരും കാണുന്നില്ലെന്ന് കരുതി നാം ചെയ്യുന്ന ഓരോ തട്ടിപ്പുകളും മടിയും ആരും അറിയില്ലെന്ന് വിചാരിച്ച് ചെയ്യുന്ന മറ്റു പ്രവൃത്തികളും. എന്നാൽ പ്രകൃതിക്ക് അതിൻ്റെതായ ഒരു നീതിയുണ്ട്. പുരാതന അറേബ്യയിൽ നടന്ന ഒരു നിഗൂഢമായ കഥയിലൂടെ നമുക്ക് ഇന്ന് ഇത് മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ ചിലപ്പോൾ മാറ്റിയേക്കാം. അതിനാൽ സ്ക്രിപ്റ്റ് ചെയ്യാതെ മുഴുവനായും കേൾക്കുക. വർഷങ്ങൾക്ക് മുമ്പ് നീതിമാനും എന്നാൽ അല്പം വിചിത്രമായ പരീക്ഷണങ്ങൾ നടത്താൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു സുൽത്താൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ വിശ്വസ്തരായ 3 മന്ത്രിമാരെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അവരുടെ കയ്യിൽ ഒരേ വലിപ്പത്തിലുള്ള 3 സഞ്ചികൾ നൽകി. സുൽത്താൻ പറഞ്ഞു, നിങ്ങൾ 3 പേരും ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ രാജകീയമായ തോട്ടത്തിലേക്ക് പോകണം. അവിടെ നിന്ന് ഏറ്റവും നല്ല പഴങ്ങൾ സഞ്ചിയിൽ നിറച്ചു വരിക. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്കാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. മറ്റാരുടെയും സഹായം പാടില്ല. മന്ത്രിമാർ ആകെ അമ്പരപ്പിലായി. പഴങ്ങൾ പറിക്കാനോ? ഞങ്ങളോ? മന്ത്രിമാരായ ഞങ്ങൾ മരത്തിൽ കയറുകയോ? ഇതിനാണോ ഞങ്ങളെ സുൽത്താൻ വിളിപ്പിച്ചത് എന്നവർ പരസ്പരം നോക്കി ചിന്തിച്ചു. പക്ഷേ സുൽത്താന്റെ വാക്കുകൾ കൽപ്പനയായിരുന്നു. അവർ ആ സഞ്ചിയുമായി തോട്ടത്തിലേക്ക് തിരിച്ചു. ആദ്യത്തെ മന്ത്രി ഒരു സത്യസന്ധനായിരുന്നു. അദ്ദേഹം ചിന്തിച്ചു, സുൽത്താൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ജോലിയാണ്. അത് ഞാൻ നല്ലതുപോലെ ചെയ്യണം. ഞാൻ ഏറ്റവും മികച്ച പഴങ്ങൾ തന്നെ അദ്ദേഹത്തിന് നൽകണം. അദ്ദേഹം കഠിനമായി അധ്വാനിച്ചു. ഓരോ മരത്തിലും കയറി ഏറ്റവും മധുരമുള്ളതും കേടുപാടുകൾ ഇല്ലാത്തതുമായ ആപ്പിളും മുന്തിരിയും മാതളവും തിരഞ്ഞുപിടിച്ച് തൻ്റെ സഞ്ചി നിറച്ചു. വെയിൽ വകവെക്കാതെ മണിക്കൂറോളം അദ്ദേഹം അധ്വാനിച്ചു. രണ്ടാമത്തെ മന്ത്രി ഒരു തന്ത്രശാലിയായിരുന്നു. അദ്ദേഹം കരുതി, സുൽത്താൻ ഒരു വലിയ ഭരണാധികാരിയാണല്ലോ, അദ്ദേഹത്തിന് ഇതൊന്നും നോക്കാൻ സമയമുണ്ടാകുകയില്ല. ഈ സഞ്ചി കൊടുത്താൽ അദ്ദേഹം അത് എവിടെയെങ്കിലും മാറ്റിവെക്കും. എന്തിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്?